തുടങ്ങാം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണമീട്ടി രസിച്ച നീറോ ചക്രവർത്തിയുടെ മനസ്സുള്ള ശശീന്ദ്രന്റെ നല്ല മനസ്സ് നമ്മൾ അറിയാതെ പോകരുത്. ഞാൻ കണ്ടൊരു നാൾ മുതൽ കരളിനകത്തൊരു മോഹം, നാടാകെ കാട്ടുമൃഗ ഭീതി. ചിരി പടരും മൃദു ചുണ്ടുകളിൽ തേൻ. എന്റെ കരളിനകത്തൊരു മോഹം. നമ്മുടെ വനം മന്ത്രിയുടെ ജഡില ചിന്തയുടെ തരളിത ഭാവമായിരുന്നു അവിടെ കണ്ടത്. വയനാട്ടിൽ കടുവ കൊന്ന രാധയെ ഓർത്ത് കരയുന്ന ബന്ധുക്കളുടെ കരച്ചിൽ മറന്നും ആ ജനത്തിന്റെ ഭീതിയുമായി നിലവിളിക്കും മേലെയാണ് നമ്മുടെ വനം മന്ത്രി ശശീന്ദ്രേട്ടൻ പാട്ട് പാടി ഉല്ലസിച്ചത്. പിണറായിയുടെ ദയാദാക്ഷിണ്യം കൊണ്ട് മന്ത്രിക്കസേരയുടെ സുഖശീതിളിമയിൽ ഞെളിഞ്ഞിരിക്കുന്ന മന്ത്രി പുങ്കവൻ പാട്ടും ഡാൻസുമായി പുളകിതനായി കോഴിക്കോട് നഗരത്തിൽ ആർത്തുല്ലസിച്ചപ്പോൾ വയനാടിനെ അങ്ങോട്ട് മറന്നു. അവരുടെ കണ്ണീരും നിലവിളിയും മന്ത്രിക്കിപ്പോ ജൈവിളി ആയിട്ടാ തോന്നിയത്. ആകെ ചളമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. അല്ലെങ്കിലും പുരകത്തുമ്പോ വാഴ വെട്ടുക എന്നതാണല്ലോ നമ്മുടെ LDF സേവന നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേരള നിയമസഭയിൽ നടന്നുട്ടോ. എന്തായി സാർ നിങ്ങളുടെ നീലപ്പെട്ടിയിലെ കള്ളപ്പണത്തിന്റെ അന്വേഷണം? 1 ഡസൻ മന്ത്രിമാരല്ലേ ഞാൻ അവിടെ കള്ളപ്പണം കടത്തുകയാണ് നീലപ്പെട്ടിയിലെന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത്? ചെങ്കൊടിക്കു കാവലാൽ ചെങ്കനൽ കണക്കൊരാൾ, വർഗബോധ താരയിൽ തൊഴിലാളികൾക്ക് തോഴനായി, ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനെ. സാർ വയലാർ എഴുതുമോ സാർ ഇതുപോലെ? സാറ് ഈ പാട്ടും പാടി ആ സ്റ്റേജിന്റെ പുറയിലോട്ട് പോയി അവര് കൂട്ടക്കരച്ചിലായിരുന്നു സാർ. ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. PP കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞു. ശൈലജ ടീച്ചർ റിപ്പോർട്ട് പറഞ്ഞാലും പറഞ്ഞു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്. ഈ സഭയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ 10 സെക്കൻഡ് പോലും അദ്ദേഹത്തിന് ആ സെന്റൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കാതെ അങ്ങ് നിരന്തരമായി ശല്യപ്പെടുത്തി. അതൊരു ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാണ്. ഞങ്ങൾ അതിനുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കും. സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞങ്ങൾക്കും സഹിക്കാൻ സാധിച്ചിട്ടില്ല. അല്ല ഇത് അമ്പട കള്ള സണ്ണിക്കുട്ട, ഞാൻ ഒരു കഥ சொல்லட்டுமா? ഇതൊരു പഴയ കഥയാ. പഴയ കഥയെന്ന് വെച്ചാ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഒരു കഥ. നിയമസഭ എന്ന് കേട്ടാൽ വിറയ്ക്കണം നമുക്ക് കൈകളും കാലുകളും, ശിവൻകുട്ടി എന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേട്ടിട്ടില്ലേ ശ്ലോകം? അതുകൊണ്ട് അരിശം തീരാത്തവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു, അതുകൊണ്ട് അരിശം തീരാത്തവനാ പുരയുടെ ചുറ്റും മണ്ടി നടന്നു. ഇതാണ് ആ പഴയ കഥ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാട്ടോ. ഈ 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം ജനുവരി 17 ആരംഭിച്ചു. ഇക്കണ്ടതുപോലെ തമ്മനം ഷാജിമാരും കുണ്ടുകാട് ഷാജിമാരും ഒന്നും സഭയിൽ വേണ്ടത്ര പത്തി പൊക്കിയില്ലാട്ടോ. പകരം കവികളും കുഞ്ചൻ തമ്പിയാന്മാരും ഭരചന്ദ്രൻ IPSമാരും ഒക്കെ തകർക്ക തന്നെയായിരുന്നു. പരിഹാസത്തിൻ്റെ അസ്ത്രം തൊടുത്ത് പിന്നെ വാരിയിട്ട് അലക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതന്നെ. തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ ഇടം കൊടുക്കാതെ പേമാരിപ്പെയ്ത്ത് പോലെ തുള്ളിക്കൊരു കുടായി ചൊരിഞ്ഞിടുകയായിരുന്നില്ലേ നമ്മളെ പ്രതിപക്ഷത്തെ MLA സിംഹങ്ങൾ. ഇതൊക്കെ കണ്ടപ്പോൾ എനക്കൊരു സംശയം. ഈ പണ്ടെന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതും ഞാൻ കണ്ടറിയുന്നേൻ. പക്ഷേ ഇപ്പൊ പഴയ പോലെ ശൗര്യം വേണ്ടത്ര ഇല്ലാന്ന്. അതുകൊണ്ടാണല്ലോ ഗോവിന്ദൻ മാഷ RSSകാരനായ ഗവർണറെ പുകഴ്ത്തിയത്. പണി പാളും എന്നറിയുമ്പോൾ ക്രൗര്യവും ശൗര്യവും എല്ലാം കണ്ടം വഴി ഓടും. കാതുകുത്തിയവൻ പോയി കടുക്കനിട്ടവനെ പ്രതീക്ഷിച്ച് വടിവാളും കുന്തവുമായി കാത്തുനിന്ന ഗോവിന്ദന്റെ ആളുകൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നിരാശരമായി അമ്പരക്കുകയും ചെയ്തു. ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പുതിയ ഗവർണർ മുഴുവനായിട്ട് അങ്ങോട്ട് വായിച്ചു.
കഴിഞ്ഞ ഗവർണർ വെറും 1.5 മിനിറ്റാണ് നയപ്രഖ്യാപനം വായിക്കാൻ സമയമെടുത്തത്. അത് അതിൻ്റെ ശോഭ അങ്ങോട്ട് കെടുത്തി എന്നായിരുന്നു കമൻ്റെങ്കിൽ ഇവിടെ ആർലേകർക്ക് പാർട്ടി മുഖപത്രത്തിൽ പ്രശംസയാണ് പ്രശംസ. ഇതിലൊക്കെ ബ്ലിങ്കിനൊരു സംശയം മാത്രമാട്ടോ കാണുന്നത്. അതായത് ഉത്തമ, ഈ സുനാമിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ വാനവും കടലും ഒക്കെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. കടലുള്ളിലേക്ക് വലിയുക, ചക്രവാളത്തിൻ്റെ നിറം മാറുക, പ്രകൃതി മൊത്തത്തിലൊരു ഇരുണ്ട് വരിക എന്നൊക്കെ. ഇതും ചില ലക്ഷണങ്ങളല്ലേ എന്നൊരു സംശയം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണ്ടാലറിയാത്തവന് കൊണ്ടാലറിയാം. കാത്തിരിക്കാൻ നമുക്ക്. വരാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. സ്ത്രീ സുരക്ഷ, സ്ത്രീ പുനരധിവാസം, വനിതാ സംവരണം എന്നൊക്കെ ആയിരുന്നില്ലേ തള്ള്. പൊതു ഇടം എൻ്റേതും എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് രാത്രിയാത്ര, നൈറ്റ് വാക്ക് എന്നൊക്കെ കൊട്ടിഘോഷിച്ചവർക്ക് പകല് പോലും ഇപ്പോൾ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ കൂത്താട്ടുകുളത്തെ അവിശ്വാസ പ്രമേയത്തിൽ കലാരാജു കൗൺസിലർ LDFന്റെ കാലുവാരും എന്ന് പേടിച്ച് ഗുണ്ടാസഖാക്കന്മാർ കലയെ അങ്ങ് കിഡ്നാപ്പ് ചെയ്തു. സ്ത്രീ സുരക്ഷ ഉദ്ദേശിച്ചാണ് കേട്ടോ, തെറ്റിദ്ധരിക്കല്ലേ. അല്ലാതെ പവനായി ചെയ്തതുപോലെ ഈ ഊച്ചാളി കിഡ്നാപ്പൊന്നുമല്ല. പക്ഷേ പണി അല്പം പാളി. കലാരാജു കത്തി അങ്ങ് കയറി. കൂടെ UDF കാറ്റും കൂടി ആയപ്പോൾ ഭീം തരികിടതു. അതിൻ്റെ അലയൊലികൾ സഭയ്ക്കകത്തും വീശിയടിച്ചു. എറിയാൻ കിട്ടിയ കല്ലും അടിക്കാൻ കിട്ടിയ വടിയും കൊണ്ട് ആറഞ്ചം പറഞ്ഞ് തല്ലി UDF MLA-മാർ. ശ്ലതകാകളി വൃത്തത്തിൽ AN നസീറിന്റെ നിസ്സഹായ കരച്ചിലായിരുന്നു പിന്നീട് സഭയിൽ കേട്ടത്. സങ്കടകരം ഒരു നിയമസഭാ സ്പീക്കറുടെ ഗതികേടെ. സ്വന്തം കക്ഷികൾ കാട്ടിക്കൂട്ടുന്ന തരവഴിത്തരത്തിന് ഈ ആദർശധീരന്റെ നിലവിളി കണ്ട് സഭയിൽ ചിരിയും ഉയർന്നു. LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളിൽ ഒന്നായ മദ്യനയത്തിൻ്റെ വിഴുപ്പായ ബ്രൂവറി അഴിമതിയിൽ സഭ പിന്നീട് അങ്ങോട്ട് കലങ്ങി മറിയായിരുന്നു. മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന അഴിമതി എന്നാണ് രമേശ് ചെന്നിത്തല ഇതിനെ പറഞ്ഞത്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. കുടിക്കുന്നതിനും കാർഷിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത സ്ഥലമാണ് ഈ പാലക്കാട് ഏലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ ഒരു പ്ലാന്റ് അല്ല, ഒട്ടേറെ പ്ലാന്റുകളാണ് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും മദ്യം ഉപയോഗിച്ചോട്ടോ എന്നാവും ഇവർ പറയുന്നത്. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. കഷ്ടം. എന്തായാലും ഇക്കാര്യത്തിൽ CPI നേതാവ് ബിനോയ് വിശ്വം പറഞ്ഞത് സർക്കാരിനുള്ളൊരു താക്കീതാണ്. കോടികൾ വരുമാനമുള്ള മദ്യത്തിൻ്റെ വില കൂട്ടിയിരിക്കുക. ഇപ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത വർദ്ധിക്കുന്നതോടൊപ്പം മദ്യത്തിൻ്റെ വിലയും കൂട്ടിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് VD സതീശൻ പറഞ്ഞത്. സതീശൻ നേതാവേ, സർക്കാരിന് ഭയങ്കര ദീർഘവീക്ഷണം ഉണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ ഓരോന്നൊക്കെ പറയണ്ട കേട്ടോ. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കൊക്കോടികളുടെ വരുമാനമല്ലേ പൂണ്ട് വിളയാടാം ഇനി സഖാക്കന്മാർക്ക് മദ്യകാര്യത്തിൽ. ബ്രൂവറി വിഷയത്തിൽ സഭയിൽ പാലക്കാട് MP രാഹുൽ മാങ്കൂട്ടത്തിന്റെ കന്നി പ്രസംഗം സഹിക്കവയ്യാതെ തടയാൻ ശ്രമിച്ചപ്പോൾ നീ പറയടാ രാഹുലെ, ആരാണ് തടയുന്നതെന്ന് ഞാൻ നോക്കട്ടെ. ചാണ്ടി ഉമ്മൻ്റെ ആക്രോശം ഭരണപക്ഷത്തിനെ കുറച്ചൊന്നും അല്ല അമ്പരപ്പിച്ചത്. അതേ മുഖ്യ സ്പീക്കർ ഷംസീർ സഖാവേ, ഇനി പഴയ പോലെ കളി നടക്കില്ല കേട്ടോ. യുവത്വം ഉണർന്നു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവടക്കം പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യങ്ങളെ അസഹിഷ്ണുതയോടെയാണ് ഭരണപക്ഷം കാണുന്നത്. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ വർദ്ധിച്ച വീര്യത്തോടെ സർക്കാരിനെ വിമർശിക്കുന്നതും കാണാം. ഇനി സന്ദീപ് വാര്യർ BJP വിടുമ്പോ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ കൂട്ടക്കരച്ചിൽ കേട്ടത് എവിടെയാണ് സാർ? അത് AKG സെന്ററിലായിരുന്നില്ല സാർ. ആ കരച്ചിലിന് വേണ്ടിയിട്ടാണ് സാർ. അപ്പോൾ BJP-യിൽ നിന്ന് ഒരാൾ പോലും കൊഴിയാൻ പാടില്ല എന്ന ഏറ്റവും അധികം താല്പര്യം CPM-നല്ലേ സാർ? മറന്നു. കൊറോണ കാലത്ത് 700 കോടിയുടെ കാര്യമാണ്. അതും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളിലെ പൊൻതൂവല കേട്ടോ. അത് പറയാതെ പോകാനും പറ്റില്ല കേട്ടോ ബ്ലിങ്കിന്. 550 രൂപയ്ക്ക് PPE കിറ്റ് കിട്ടാനിരിക്കെ 1500 രൂപ കൊടുത്തു വാങ്ങിയതിൽ ഒരു തെറ്റില്ലാത്രേ. PPE കിറ്റ് അഴിമതി മുഖ്യമന്ത്രി അറിഞ്ഞു. ശൈലജ ടീച്ചർ എപ്പോൾ പറഞ്ഞാലും പറയുന്നു മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ്, മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണെന്ന് പറയുന്നു. സാർ, മുഖ്യമന്ത്രി അറിഞ്ഞാൽ ഈ അഴിമതി ചെയ്യാമോ? അന്നത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തത്. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. കാട്ടിലെ തടി തേവരുടെ ആന അല്ലേ? ദുരന്തകാലത്ത് ഒരു ചെറിയ അടിച്ചമാറ്റൽ
ആരും അറിയില്ല എന്നങ്ങോട്ട് കരുതി. ദുരന്തത്തെ വിറ്റ് കാശാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ടീച്ചറമ്മയുടെ മക്കളോടുള്ള കരുതൽ കടുത്തു പോയില്ലേ? ആ തള്ളയവട്ടെ ആ പുള്ളക്ക് കേടില്ല എന്ന് വിചാരിച്ച് ചെയ്തതാവും ടീച്ചറമ്മ. തല്ലും തലോടലും ഇല്ല ടീച്ചറമ്മേ? അതെ. പാവങ്ങളുടെ ഭക്ഷ്യ സംവിധാനവും ഇപ്പോൾ അവതാളത്തിലായി എന്നാ കേൾക്കണത്. നമ്മുടെ റേഷന്റെ കാര്യമാണേ. വേതനം വർദ്ധിപ്പിക്കാത്തതിൽ റേഷൻ കടക്കാരും സമരത്തിലായി ഇപ്പോൾ. സമരം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റേഷൻ കടക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മന്ത്രിയുടെ ഉറപ്പിന്മേൽ അവർ സമരവും പിൻവലിച്ചു. 29-ഓ 30-നോ അത് ആലോചിച്ചിട്ട് നീട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നീട്ടിക്കൊടുക്കാം. മാർച്ച് മാസത്തിൽ ഒരു ചർച്ച നടത്തി എത്രയും വേഗം പുതുക്കിയ വേതന പാക്കേജ് പ്രഖ്യാപിക്കാമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നത്തെ മീറ്റിംഗിൽ ഉറപ്പു നൽകി. എന്തല്ലേ LDF ഭരണകാലം അടിസ്ഥാന വർഗക്കാരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്ന കാലമായി മാറിക്കഴിഞ്ഞു. എറണാകുളം പാർട്ടി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ RSS ശാഖകളാണ് എന്ന് വിമർശിച്ചപ്പോൾ മുണ്ടാട്ടം മുട്ടിയ പിണറായിക്ക് വാക്കുകളേ ഉണ്ടായിരുന്നില്ല. മൗനം വിദ്വാന ഭൂഷണമാണെങ്കിലും സത്യം കേൾക്കുമ്പോൾ എതിർത്ത് പറയാൻ വാക്കുകൾ കിട്ടൂല. കേരളത്തിൻ്റെ ഒരു ഗതികേട്. എല്ലാം സഹിക്കാൻ പാവം ജനവും. നമ്മുടെ ആചാര്യനായ കാറൽ മാക്സ് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് രൂപം നൽകാൻ തൻ്റെ ഗുരുവായ ഹെഗലിനെ തലകുത്തി നിർത്തുകയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ പുതിയ വേർഷനാ ഈ കേരള ജനതയോട് വിജയനും ഗോവിന്ദനും ചെയ്യുന്നത്. ബ്ലിങ്ക് തുടരൂട്ടോ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പൊന്നു മോനെ.